ഈ സെഷനിൽ നമ്മളൊരു കളർ കോഡ് മെഷർമെന്റ് ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ ബാർ ചാർട്ട് നമുക്ക് ഇത് ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് എങ്ങനെ അത് കളർ ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ് നോക്കുന്നത്. അതിന്റെ സ്റ്റെപ്സ് ആണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിന് കളർ കോഡിന്റെ ഒരു ഫോർമുല സ്വിച്ച് ഫംഗ്ഷൻ പ്രകാരം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ട് കണ്ടീഷനെ കൊടുത്തിട്ടുള്ളൂ, ഗ്രീനും റെഡും. അപ്പോൾ 1000 മേളിലുള്ളത് ഗ്രീനും 1000 താഴെ ഉള്ളത് റെഡും ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഓക്കെ, എക്സലിലെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അറിയാമല്ലോ. അതായത് എ കോളത്തിലും ബി കോളത്തിലും നമ്മൾ ഡേറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. ഐറ്റം റാൻഡം ആയിട്ടുള്ള ചില ഐറ്റംസ് ആണ്, ഗ്രോസറീസ്. അതുപോലെ തന്നെ എൻ്റെ ഒരു സെയിൽസ് ജസ്റ്റ് സം റാൻഡം എമൗണ്ട് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ 1000 മേളിലുള്ള ഐറ്റത്തിന് ഒരു കളറും ബാക്കിയുള്ളതിന് വേറൊരു കളറും കൊടുക്കാം. അല്ലെങ്കിൽ 1000 മാത്രം മേളിലുള്ളതിന് മാത്രമായിട്ടൊരു കളർ കൊടുക്കാം. ഗ്രേറ്റർ ദാൻ 1000 1000 മേളിലുള്ള അതിന് കളർ ആയിട്ടുണ്ട്, ബാക്കി 1000 താഴെയുള്ളത് എമൗണ്ടിന് കളറില്ല. സെയിം നമുക്ക് ഫോർമുല വഴിയും ചെയ്യാം. ഇഫ് കളർ അല്ല, നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് എഴുതി കാണിക്കാം. സോ ഫോർ എക്സാമ്പിൾ, ഇഫ് this amount is greater than 1000, then give me green, otherwise red. ഇതതിൻ്റെ സിൻടാക്സ് അല്ലേ. അപ്പം 1000 മേളിലുള്ളതെല്ലാം ഗ്രീൻ എന്ന് എഴുതി നമ്മൾ, 1000 മേളിലുള്ളതെല്ലാം ഗ്രീനും അതർവൈസ് റെഡ്. ഇതാണ് സിമ്പിൾ അതിൻ്റെ ഒരു ലോജിക്ക്. അപ്പം ഇനി കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇതൊരു ബാർ ചാർട്ടിലാക്കിയുണ്ട് 1000 മേളിലുള്ളത് ഗ്രീനും 1000 താഴെയുള്ളത് റെഡും ആക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഡാറ്റ ഇതേപടി കോപ്പി ചെയ്ത് നമുക്ക് പവർ ബിയിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, പവർ ബിയിലേക്ക് പോയി എൻ്റർ ഡാറ്റ പേസ്റ്റ് ചെയ്തു. ദ ഫസ്റ്റ് റോ ഓഫ് ദ ഡാറ്റ ദാറ്റ് യു ഹാവ് പേസ്റ്റഡ് ഹാസ് ബീൻ പ്രൊമോട്ടഡ് ടു കോളം ഹെഡർ. അപ്പം ആദ്യത്തെ രണ്ട് റോ എന്ന് പറയുന്നത് ഐറ്റം സെയിൽസ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെ നമുക്കൊരു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കാം. ഓക്കെ കൊടുത്തു. അതിപ്പോൾ ഇമ്പോർട്ട് ആവും ടേബിൾ. സിങ്കിങ് സ്കീമ ലോഡിംഗ് ഡാറ്റ. ഓക്കെ, സോ സെയിൽസ് ടേബിൾ വന്നിട്ടുണ്ട്, ഐറ്റം ആൻഡ് സെയിൽസ്. നമുക്കിവിടെ ടേബിൾ ഫോർമാറ്റിൽ പോയി നോക്കിയാൽ നമുക്കത് കാണാനും പറ്റും. ഐറ്റവും സെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ഡാറ്റയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രേറ്റർ ദാൻ 1000 എന്നുള്ളത് ഗെയിനും ലെസ് ദാൻ എന്നുള്ളത് പിന്നെ റെഡും ആക്കിക്കൊണ്ടുള്ള ബാർ ചാർട്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു ബാർ ചാർട്ട് ഉണ്ടാക്കാം. ബാർ ദിസ് വൺ. ഓക്കെ, അതിനുശേഷം ഐറ്റവും സെയിൽസും കൊണ്ടുവന്ന് സിമ്പിൾ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഐറ്റവും ഇത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് വേണേ ഒന്ന് സോർട്ട് ചെയ്തേക്കാം ഐറ്റം. ഓക്കെ, സോ ബി തൊട്ട് ഡബ്ല്യു വരെയുള്ളത് റാൻഡംലി സോർട്ട് ആയിട്ടുണ്ട്. അപ്പം നമുക്കത് വ്യത്യാസം പിടികിട്ടും. നമ്മൾ വലുതാക്കുകയാണ്. ഓക്കെ, നമുക്ക് സെയിൽസിന്റെ ഒരു സം മെഷർ ഉണ്ടാക്കാം. ന്യൂ മെഷർ സെയിൽസ് ഈസ് ഈക്വൽ ടു സം ഓഫ് സെയിൽസ്. ഓക്കെ, ഇവിടെ സെയിൽസിന്റെ ഒരു സം മെഷർ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ സെയിൽസിന് പകരം നമുക്ക് ഇതെടുക്കാം. അപ്പോൾ അത് സെയിം തന്നെ വന്നിട്ടുണ്ട്. നമുക്കൊരു മെഷർമെന്റ് ആവശ്യമുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു മെഷർ കൂടെ ചെയ്യാം, കളർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. കളർ കോഡ് ഈസ് ഈക്വൽ ടു സ്വിച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ട്രൂ അതായിരിക്കണം എക്സ്പ്രഷൻ. അത് ഞാൻ പറയാം ഇപ്പൊ എങ്ങനെ എക്സ്പ്രഷൻ അതിന്റെ ട്രൂ ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് പറയാം. ഇഫ് ദ സെയിൽസ് ഈസ് ഗ്രേറ്റർ ദാൻ 1000, then green. If sales less than 1000, then red. ഇപ്പൊ നമ്മളൊരു കളർ കോഡിന്റെ മെഷർമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അതിൽ സ്വിച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തു. നമ്മൾ ട്രൂ എക്സ്പ്രഷൻ ആണ് പാസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ ഇത് കിക്ക് ചെയ്യത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ട്രൂ ഫംഗ്ഷൻ കൊടുക്കുന്നത്. സോ ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1000 ഫംഗ്ഷനും 1000 നമ്പർ സെയിൽസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1000 ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് മെറ്റിംഗ് ആസ് എ ട്രൂ ആണെന്നുണ്ടെങ്കിൽ, ഇത് മെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രീൻ ചെയ്യുക. അതിൽ എന്നിട്ട് സ്കിപ്പ് ടു ദ നെക്സ്റ്റ് വൺ. അത് സെയിൽസ് ലെസ് ദാൻ 1000 ആണെന്നുണ്ടെങ്കിൽ റെഡ് ചെയ്യുക. ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പം ഈ ബാറിൽ ഈ സ്വിച്ച് ഈ കളർ കോഡ് പ്രകാരമുള്ള ഫോർമാറ്റിംഗ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ ലെവൽസ് നമുക്ക് കൊണ്ടുവരാം. അതിനുശേഷം അതിനെ ബേസ് ചെയ്തിട്ട് ഇതിന്റെ കളർ ചേഞ്ച് ആവും. സോ അതിന് ചെയ്യേണ്ടത് ഫോർമാറ്റിലോട്ട് പോകും. ആദ്യം ഈ ബാർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നമ്മുടെ ബാർസ് കണ്ടില്ലേ, ഈ ബാർസിൽ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉണ്ട്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ സെക്ഷനിൽ നീലയാണ് കാണിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഫംഗ്ഷനിൽ പോവാം.
ഈ എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുക, കളർ കാറ്റഗറീസ്, അതിൽ റൂൾസ് അല്ല നമുക്ക് വേണ്ടത് ഫീൽഡ് വാല്യൂസ്. ഇത് ഫീൽഡ് വാല്യൂസ് ആണ്. അപ്പോൾ ഫീൽഡിൽ നമ്മൾ കളർ കോഡാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഫീൽഡ് വാല്യൂസ്, വിച്ച് ഫീൽഡ് ഷുഡ് ബി ബേസ് ദിസ് ഓൺ. അപ്പം സെയിൽസ് ടേബിൾ എക്സ്പാൻഡ് ചെയ്തിട്ട് കളർ കോഡ്, ഇപ്പോൾ ഈ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത കളർ കോഡ് ഓക്കെ ചെയ്ത് കൊടുക്കുക. സെലക്ട് ആയിട്ടുണ്ട്, ഓക്കെ കൊടുത്തു. സി, ഇനി നമുക്കിത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഡേറ്റ ലെവൽസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേ നമ്പർ നോക്കിയാൽ നമുക്ക് അത് അറിയത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡേറ്റ ലെവൽസിന് ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിന് ഡേറ്റ ലെവൽസ് അല്ലേ. ഇപ്പോൾ ഡേറ്റ ലെവൽസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ അത് വന്നിട്ടുണ്ട് ഓൾറെഡി. നമുക്കൊന്ന് കുറച്ചുകൂടെ അത് വാല്യൂസ് ഇപ്പോൾ വലുതാക്കി എടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ കാണാനത് മനസ്സിലാവും. സി, ഇതൊന്ന് ചെറുതാക്കി കൊടുക്കാം. ഇപ്പൊ നോക്കൂ, നമ്മൾ ചെയ്ത കണ്ടീഷൻ എന്ന് പറയുന്നത് കളർ കോഡ് പ്രകാരം ഗ്രേറ്റർ ദാൻ 1000 ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയിരിക്കുക. ഗ്രേറ്റർ ദാൻ 1000 ആണ് 1006, 1200, 1196, ഇതെല്ലാം 1000 മേളിൽ വരുന്നുണ്ട്, അത് ഗ്രീൻ വരികയും അതിന് താഴെയുള്ള അതെല്ലാം റെഡ് കളറും ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനുശേഷം എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ, നമുക്കറിയാമെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ശരി, ഓക്കെ.